അംഗീകരിക്കുന്നത്, പൊതുസമൂഹം അംഗീകരിക്കുന്നത് അത് യുക്തിസഹമായി പ്രൂവ് ചെയ്യപ്പെടുമ്പോഴാണ്. പ്രോവൻ ഫാക്ട്സിനെയാണ് നമ്മൾ ശാസ്ത്രത്തിന്റെ പിൻബലത്തിൽ അത് അംഗീകാരം നേടുന്നത്. വിമാനത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു എന്ന് താങ്കൾ പറയുക, അല്ലെങ്കിൽ രാമായണത്തിനും മഹാഭാരതത്തിനും അതുപോലെ ഇതിഹാസ കാവ്യങ്ങളിൽ അത്തരം സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു എന്ന് താങ്കൾ പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയും. പക്ഷേ ഈ വിമാനങ്ങളുടെ എല്ലാം ഒരു ആശയം മാത്രമല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും വിമാനങ്ങൾ പറപ്പിച്ച് നടന്നിരുന്ന ഒരു കാലം നമുക്ക് ഉണ്ടായിരുന്നു എന്നെല്ലാം പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള യുക്തി ഉപയോഗിച്ച് അത് അംഗീകരിക്കാൻ കഴിയില്ല. ശ്രീ ഗോപാലകൃഷ്ണൻ, ഭരദ്വാജ മഹർഷിയുടെ വിമാന സംഹിതയിൽ എത്ര അടി ഉയരത്തിൽ, അത് മാത്രമല്ല ഇപ്പൊ പൈലറ്റിന് എന്ത് ഭക്ഷണം കൊടുക്കണം, പൈലറ്റ് മദ്യപിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. വിമാനം ഓടിക്കുന്ന പൈലറ്റ് ഉപയോഗിക്കേണ്ട വസ്ത്രം, വിമാനം ഓടിക്കേണ്ട പൈലറ്റ് ഉപയോഗിക്കേണ്ട ഭക്ഷണം, ഇന്ത്യക്ക് ശ്രേഷ്ഠമായ ഒരു പൈതൃകം ഉണ്ടായിരുന്നു എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. എന്നാൽ ഈ ചർച്ച പോകുന്നത് ഇതെല്ലാം ഇന്ത്യ ഉണ്ടാക്കിയെടുത്തു എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു ചർച്ചയിലേക്കാണെന്ന് എനിക്ക് തോന്നുന്നു. അത് തീർച്ചയായിട്ടും ശരിയല്ല. വിമാനം ഓടിക്കുന്ന പൈലറ്റ് കഴിച്ചിരുന്ന ആഹാരം എന്തെന്ന് പറയുന്ന ആള് വിമാനം എങ്ങനെ പറത്താൻ സാധിക്കുന്നു, അതിന് എത്ര ഊർജ്ജം വേണമായിരുന്നു, ഇതിനെക്കുറിച്ച് എന്താണ് പറയാത്തത്? ഊർജ്ജമില്ലാതെ അനന്തമായ വളരെയധികം ഇന്ധനം ആവശ്യമാണ് ഇത്രയും ഭാരമേറിയ ഒരു വിമാനം പറത്തണമെങ്കിൽ. അതിനുള്ള സാങ്കേതിക വിദ്യ എവിടെ നിന്ന് ലഭിച്ചു, അതെന്തായിരുന്നു എന്ന് പറയാതെ ഇതൊക്കെ ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതൊക്കെ മനുഷ്യന്റെ മനോവ്യാപാരത്തിൽ തന്നെ കാണാവുന്ന കാര്യമാണ്, വ്യോമത്തിൽ കൂടെയുള്ള സഞ്ചാരവും ഒക്കെ. അതുകൊണ്ട് ഒരു സാങ്കേതിക വിദ്യ ഇന്ത്യയിൽ ഉരുത്തിരിഞ്ഞു എന്ന് പറയാനായിട്ട് കഴിയുമോ? സാങ്കേതിക വിദ്യ വികസിച്ചു വരണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരുപാട് പ്രയത്നം ആവശ്യമുണ്ട്. ഘട്ടം ഘട്ടമായിട്ട് മാത്രം വികസിച്ചു വരുന്ന ഒന്നാണ്. അപ്പോൾ ഒരു വിമാനം ഉണ്ടാക്കണമെങ്കിൽ ഉദാഹരണത്തിന് അതിനാവശ്യമായ അലോയ്സ് എല്ലാം ഉണ്ടാക്കിയെടുക്കണം. അതിനുള്ള ഫോർജകൾ വേണം. എന്തൊക്കെ ചേർന്നാണ് അത് ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ വേണം. അതിൻ്റെയൊക്കെ അംശങ്ങൾ തീർച്ചയായിട്ടും അമീബകൾ, പഴയ കാലത്തെ അമീബകളുടെ പോലും അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന ശാസ്ത്രജ്ഞന്മാർക്ക് ഇത്രയും വലിയ ഫോർജറികളും വിമാന നിർമ്മാണ കമ്പനികളൊക്കെ ഉണ്ടായിട്ട് അതിന്റെ ഒരു അവശിഷ്ടം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ആൾക്കാരല്ലേ യഥാർത്ഥത്തിൽ ഇത് മുഴുവൻ കഥകളാണ്. ഈ വൈമാനിക ശാസ്ത്രം എന്ന പുസ്തകത്തിന്റെ ഒരു പഠനം നടത്തുകയുണ്ടായി. എന്നിട്ട് അവർ തന്നെ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ട് ഇപ്പോഴും അവൈലബിൾ ആണ്. അതിനകത്ത് അവർ വ്യക്തമായി കൺക്ലൂഡ് ചെയ്യുന്നു, ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒക്കെ വെറും സത്യം, ഒരു മഹത്വം പോലും അവകാശപ്പെടാനില്ലാത്തത്രയും ദയനീയമായ ഭാവനാവിലാസം മാത്രമാണ്. അതിൽ ഡയഗ്രം ഒക്കെ കണ്ടാൽ ആരും ചിരിച്ചു പോകും. ഒരു വിമാനത്തിന്റെ ഷേപ്പോ ഒന്നുമില്ല, യാതൊരുവിധ എയറോഡൈനാമിക് പരിഗണനകളും നടത്താതെ ഒരിക്കലും പറക്കാൻ സാധ്യതയില്ലാത്ത ഡിസൈനുകളാണ് ആ പുസ്തകത്തിലുള്ളത്. ശരിക്കും ആ വൈമാനിക ശാസ്ത്രം എന്ന പുസ്തകത്തിനെ അടിസ്ഥാനമാക്കി ഇന്ത്യക്കാർ പറക്കുന്ന വിമാനം കണ്ടെത്തി എന്ന് പറയുമ്പോൾ അത് പരിഹാസ്യമാണ്. അതോടൊപ്പം തന്നെ ശരിക്കും ഇത് പറഞ്ഞ ആൾ ഒരു പൈലറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുൻ പ്രിൻസിപ്പലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബഹിരാകാശ യാത്ര, അതായത് മറ്റ് ഗ്രഹങ്ങളിലേക്ക് വരെ പോകാൻ കഴിയുന്ന വിമാനങ്ങളാണെന്ന് അദ്ദേഹം പറയുമ്പോൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് അറിവില്ല എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിന് അറിയാം ഈ പറയുന്ന കാര്യം തെറ്റാണെന്ന്. അപ്പോൾ ഇതിന് പിന്നിൽ ശാസ്ത്രീയതയ്ക്ക് അപ്പുറം ഒരു രാഷ്ട്രീയം കൂടി ഉണ്ടാവും. സ്വാഭാവികമായിട്ട് സംശയിക്കപ്പെടേണ്ടതാണ്. കാരണം പൈലറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലവനായിരുന്ന ആളിന് ബഹിരാകാശ യാത്രയ്ക്ക് വിമാനം ഉപയോഗിക്കാൻ കഴിയില്ല എന്ന്, അതായത് സാധാരണ എയർക്രാഫ്റ്റ് എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. എയർ ഇല്ലാത്തത് എയർക്രാഫ്റ്റിന് പ്രസക്തി ഇല്ലാന്ന് അറിയാത്ത ആളൊന്നും അല്ല പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് മറ്റൊരു അർത്ഥമുണ്ട്. നമ്മുടെ സ്വാഭാവികമായി ഇപ്പോൾ തന്നെ വൈകല്യങ്ങൾ ഒരുപാട് നേരിടുന്ന ശാസ്ത്ര വിദ്യാഭ്യാസം, വളർന്നു വരുന്ന ശാസ്ത്ര വിദ്യാർത്ഥികളുടെ ശാസ്ത്രബോധത്തെ തച്ചുടയ്ക്കാൻ പോകുന്ന ഒന്നാണ്. അത് അടിസ്ഥാന ലോജിക്ക്, അടിസ്ഥാന യുക്തിക്ക് എതിരാണ്. കാരണം എപ്പോഴും അറിവിന്റെ ഫ്ലോ എപ്പോഴും മുമ്പോട്ടാണ്. അത് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഇത് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ മുമ്പ് എല്ലാം ഉണ്ടായിരുന്നു, നമ്മൾ താഴേക്കാണ് പോകുന്നത്.